4 മണിക്ക് ശേഷം നമ്മുടെ ആള് മാറി വരും. കഫം മണ്ണാണ് കാരണം. നമ്മൾ പിടിക്കും ഉറപ്പായിട്ട്, ഫൈൻ അടയ്ക്കും. 4 മണി മുതൽ രാത്രി 12 മണി വരെ അങ്ങേർക്കുള്ള സമയം. അങ്ങേര് വരും, അങ്ങേര് വിസിറ്റിന് വരും, നമ്മുടെ അടുത്ത് വരും. അപ്പോൾ എന്താണെന്ന് വെച്ചെന്നാൽ ഈ കഫസംബന്ധമായിട്ട് വാത പിത്ത കഫ എന്ന് പറയുന്ന ത്രിദോഷത്താലാണ് നമ്മളുടെ മരണം സ്വാഭാവികമായിട്ട് സംഭവിക്കുക. ഇപ്പോൾ ഇതിനകത്ത് ആകാശത്താൽ ഡാർക്ക് എനർജിയാൽ, വൈറ്റ് എനർജിയാൽ, മണ്ണിനാൽ, ഈ 3 അവസ്ഥയിലാണ് നമുക്ക് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം നമ്മൾ രാവിലെ നമ്മൾ മനസ്സിലായി വാദത്താൽ നമുക്ക് രാവിലെ ഈ വാദത്തിൻ്റെ അവസാന വാദത്തിലായിരുന്നു നമ്മൾ അതിന് പരിഹാരമായിട്ട് മരുന്ന് പോലെ നമ്മളുടെ ഭക്ഷണം കഴിച്ചത്. ഉച്ചയ്ക്ക് അതിന് ശേഷം വരുന്ന പിത്തത്തിൻ്റെ മധ്യാഹ്നത്തിലാണ് കഴിക്കുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങിൽ കഴിക്കണം. കഫം ഈ 8 മണിക്കൂറിൽ കഫത്തിന് ചികിത്സ ആദ്യത്തെ അസ്തമയത്തിന് മുമ്പുള്ള 4 മണിക്ക് ശേഷമുള്ള ഭക്ഷണം ആദ്യത്തെ മണിക്കൂർ കഴിക്കണം. അതെ, അസ്തമയത്തിന് മുമ്പ് അത്താഴം കഴിക്കണം. അത് ശരി. അത് നല്ല പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണം, ചൂട് കഞ്ഞി, കടല, പയറ്, ധാന്യങ്ങൾ, അങ്ങനെയുള്ള എന്തുമാവാം, ധാന്യങ്ങൾ എന്തുമാവാം, നല്ല ചൂടോടെ കഴിക്കണം. എന്നാലാണ് കഫത്തിന് പരിഹാരം, കഫത്തെ തടഞ്ഞു നിർത്താൻ പറ്റും. അതെ. അപ്പം നമ്മൾ വൈകുന്നേരം ജലമുള്ള സമൃദ്ധമായിട്ടുള്ള നല്ല നമുക്കിഷ്ടപ്പെട്ട നല്ല പ്രോട്ടീൻ കണ്ടന്റുള്ള ഭക്ഷണം, അരിയോ ഗോതമ്പോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളോ ധാന്യങ്ങളോ ഒക്കെയായിട്ട് നമ്മൾ വൈകുന്നേരം നല്ല ചൂടോട് കൂടിയിട്ട് ഭക്ഷണം, രാവിലെ ചെറു ചൂടോടെ, ഉച്ചയ്ക്ക് ചൂടും തണുപ്പുമില്ലാതെ വൈകുന്നേരം നല്ല ചൂടോടെ ഭക്ഷണം അസ്തമയത്തിന് മുമ്പ് കഴിക്കണം. അപ്പോൾ രാവിലെ തുടങ്ങി ആഹാരം എന്ന് പറഞ്ഞാൽ പകലാഹാരം. അപ്പോൾ ഉദയത്തിന് മുമ്പല്ല, ഉദയത്തിന് ശേഷം ഭക്ഷണം തുടങ്ങുന്നു, അസ്തമയത്തിന് മുമ്പ് ഭക്ഷണം ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി അറിയണം. ഈ 4 മണിക്ക് തുടങ്ങുന്നില്ലേ, 4 മണിക്ക് തുടങ്ങി രാത്രി 12 മണി വരെയുള്ളതിൻ്റെ പകുതി സമയത്ത് നമ്മൾ ഉറങ്ങണം. ആദ്യത്തെ പകുതിയിൽ ആക്റ്റീവായിരിക്കണം, രണ്ടാമത്തെ പകുതിയിൽ നമ്മൾ അഡ്മിറ്റ് ആയിരിക്കും. അപ്പോൾ കഫത്തിന്റെ അവസാന 4 ഭാഗം നമ്മൾ ഉറങ്ങണം. പകുതി പാദത്തിൽ 4 മണിക്കൂർ നമ്മൾ ഉറങ്ങണം, 4 മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കണം. 4 മണിക്ക് തുടങ്ങിയാൽ 8 മണി വരെ നമ്മൾ ഉണർന്നിരിക്കുക. 8 മണിക്ക് നമ്മൾ ഉറങ്ങണം. 8 മണിക്ക് ഉറങ്ങിയാൽ നമുക്ക് ഈ കഫ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങാം, 4 മണി വരെ ഉറങ്ങാം. അതെ. അപ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് വിജയിക്കുന്നത്, ഒരു ദിവസം ആരംഭിക്കുന്ന സമയം രാത്രി 12 മണിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 12 മണിക്കൂർ സമയത്ത് നമ്മൾ ആഹാരം കഴിക്കാൻ വിധിയുള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ? ബാക്കി 12 മണിക്കൂർ സമയം ആഹാരം കഴിക്കാൻ വിധിയില്ല. അപ്പൊ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും അങ്ങനെ കഴിച്ചാൽ. അങ്ങ് പറഞ്ഞതനുസരിച്ച് ഈ പ്രണവവേദത്തിന്റെ ഉപജ്ഞാതാവ് എന്നുള്ള നിലയ്ക്ക് അങ്ങ് ഈ ദിനചര്യയെ കുറിച്ചാണ് ഞാൻ ഒരു ദിവസം എപ്പോൾ ആരംഭിക്കുന്ന ചോദ്യത്തിന് ഒരു ദിനചര്യ മൊത്തമാണ് എനിക്ക് പറഞ്ഞു തന്നത്. അത് ലോകത്ത് എവിടെയായാലും ഈ ദിനചര്യയാണ് ആവശ്യം. അപ്പൊ ആ ദിനചര്യയിൽ ജീവിക്കുന്ന ഒരാളിന് രോഗിയാവാതെ ജീവിക്കാനുള്ള സാധ്യത വേറും. തീർച്ചയായിട്ടും 120 വയസ്സും പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കാൻ, ആരെയും ആശ്രയിക്കാതെ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കാനായിട്ട് നവധാന്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, നല്ല സാത്വികമായിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തിക്കൊണ്ട്, ഈ വാത പിത്ത കഫ എന്ന് പറയുന്ന ത്രിദോഷത്തെ മറികടക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായിട്ട് 3 നേരവും അത്രികാല പൂജയെ പോലെ നമ്മളുടെ ശരീരത്തെ പൂജിച്ചാൽ, നമ്മൾ നേദ്യമായിട്ട് നമ്മളുടെ ശരീരത്തിൽ കൊടുക്കുന്ന ആ അന്നത്തെ നമ്മൾ കണ്ടാൽ, അതിൻ്റെ വിധി അനുസരിച്ച് നമ്മളുടെ ആചാരവും ആഹാരവും അനുഷ്ഠാനവും വൃത്തിയും ശുദ്ധിയും പ്രവൃത്തിയും എല്ലാം മാറ്റിയാൽ 120 വയസ്സ് വരെ പുലിക്കുട്ടി പോലെ ജീവിക്കും. ഇതങ്ങ് പറഞ്ഞത് ഒരു ശാസ്ത്രമാണ്, വളരെ ആവശ്യമുള്ള കാര്യമാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഈ സമയത്ത് കൃത്യമായി കിടന്നുറങ്ങാനോ, ഈ സമയത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, രാത്രി ജോലി ചെയ്യുന്നവരുണ്ട്, അപ്പോൾ ടൈമനുസരിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്, രാത്രിയിൽ അധ്വാനിക്കുന്നവരുണ്ട്, വണ്ടി ഓടിക്കുന്നവരുണ്ട്, യാത്ര ചെയ്യുന്നു, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്നും കൃത്യമായി പാലിക്കാൻ പറ്റാറില്ല ഒരു അന്തരീക്ഷമുണ്ട് സത്യത്തിൽ. എങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യും? ബാലൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മളുടെ ജീവിത രീതി വല്ലാത്ത ഒരവസ്ഥയിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ നേരെ ഓപ്പോസിറ്റിലാണ് സഞ്ചരിക്കുക, നേരെ റിവേഴ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
രാത്രി ഉറങ്ങാതിരിക്കുക. അതെ, ഉറങ്ങാതിരിക്കേണ്ട ആവശ്യമാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് നമുക്കൊരു സിലബസും ആരോടും പറയാൻ പറ്റില്ല. കഴിയുന്നതും ഈ സിലബസ് മനസ്സിലുണ്ടാവണം. ഈ സിലബസിലേക്ക് നമുക്ക് അടുത്തെങ്കിലും നമുക്ക് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മളുടെ യാത്ര 120 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇറങ്ങേണ്ടി വരും. യാത്ര സ്റ്റോപ്പ് ആകേണ്ടി വരും. പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിത സാഹചര്യം അതാണ്. അതുകൊണ്ടാണ് യാത്ര സ്റ്റോപ്പ് ആവുന്നത്. അത് പിന്നെ ഇടയ്ക്ക് ഇറങ്ങേണ്ടി വരില്ല. ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടി, അതായത് നമ്മളുടെ ആത്മാവിൻ്റെ ഗ്യാരണ്ടി, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടി 120 വർഷമാണ്. ഈ 120 വർഷം ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഉന്തിയുരുട്ടി പോകുക എന്നുള്ളതല്ല, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ലോങ് ലൈഫാണ് നമുക്ക് കിടക്കുന്നത്. സൂര്യന് ചുറ്റും ഭൂമി 120 പ്രാവശ്യം ഭ്രമണം ചെയ്യുന്നത് വരെയുള്ള ഗ്യാരണ്ടിയാണ് അതുള്ളത്. ഇത് ഗ്യാരണ്ടിയാണ്. അത് കഴിഞ്ഞ് എക്സ്ട്രാ ചിലപ്പോൾ കിട്ടിയെന്ന് വരിക്കും. അപ്പോൾ